ആയൂർ ഓർത്തഡോക്സ് പള്ളിയിൽ വീണ്ടും കയ്യേറ്റവും ബഹളവും നടന്നു. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്ന ജിജോ വാർപ്പുരക്കലിനെയാണ് ഒരു സംഘം മർദ്ദിച്ച് അവശനാക്കിയത്. സാരമായി പരിക്കേറ്റ ജിജോയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9:30ഓടെയാണ് സംഭവം. ജിജോ പള്ളിയിലെത്തി പ്രാർത്ഥിക്കാൻ പള്ളിയുടെ പോർച്ചിൽ നിന്നപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ആരെയും ശല്യപ്പെടുത്താതെ മാറി നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രണ്ടുപേർ വന്ന് ഒരു പ്രകോപനവുമില്ലാതെ കരണത്തടിച്ചു. അതിനുശേഷം കുറച്ചുപേർ കൂടി വന്ന് പൊതിരെ തല്ലി ചവിട്ടി പൂട്ടിയെന്ന് വേണം പറയാൻ. ഒടുവിൽ ജിജോ തന്നെ 100-ൽ വിളിച്ചു പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ജിജോയുടെ വാരിയെല്ല് പൊട്ടിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലേ പരിക്കുകൾ അറിയാൻ കഴിയൂ. ആന്തരാവയവങ്ങൾക്കായിരിക്കും പരിക്കെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. വിദഗ്ധ പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ സാധിക്കൂ. പള്ളിയിൽ കുറെ കാലമായി തർക്കങ്ങളും വഴക്കുകളുമാണ്. നേരത്തെയുള്ള തർക്കത്തിന്റെയും വഴക്കുകളുടെയും ഭാഗമായി പള്ളി കമ്മിറ്റി ആരാധന തടസ്സപ്പെടുത്താതിരിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ സമ്പാദിച്ചിരുന്നു. ഈ പ്രൊട്ടക്ഷൻ നിലനിൽക്കുമ്പോൾ ജിജയുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അയാളെ ജയിലിൽ അടയ്ക്കാമെന്നാണ് ഇവരുടെ ധാരണ. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് വളഞ്ഞിട്ട് മർദ്ദിച്ചിട്ടും പ്രതികരിക്കാതിരുന്നതെന്നാണ് ജിജോ പറഞ്ഞത്. ജിജോ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരു ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്യുന്നത് ലോകത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഈ പള്ളിയിൽ തനി ഗുണ്ടായിസമാണ് നടക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ശുശ്രൂഷക്കാരനായ തോമസിനെ പള്ളിക്കുള്ളിൽ ക്രിക്കറ്റ് ബോളാക്കി എടുത്തെറിഞ്ഞത് ലോക മലയാളികൾ കണ്ടതാണ്. വിശുദ്ധ മദ്ബഹായുടെ മുന്നിൽ മുണ്ടും മടക്കി കുത്തി ഗുണ്ടാ സംഘം പോർ വിളിച്ചത് ക്രൈസ്തവ സമൂഹത്തിന് പോലും നാണക്കേടായിരുന്നു.